ഇതൊരു പടം വന്നല്ലോ. ഇന്നുവരെ ഇങ്ങനെ പടം ഇല്ല. ഇനിയുണ്ടെങ്കിൽ നെക്സ്റ്റ് തേർഡ് ഉറപ്പാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നുന്നത് 150 to 180 എന്തായാലും ഈസിയാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ അത് അതേപോലെ ഫ്രെയിം ചെയ്ത രാജുവേട്ടൻ ആൻഡ് സുജിത് വാസ്തേവ് ഹാറ്റ്സ് ഓഫ് അതേപോലെ എടുത്തിട്ടുണ്ടോ. ഓരോ മൂവ്സും ഓരോ സ്ക്രീനും അല്ലെങ്കിൽ ഓരോ സ്ക്രീനിലെ അവരുടെ ഇക്വേഷൻ എന്തായാലും വർക്കൗട്ടായി 100% അവരുടെ ഇക്വേഷൻ വർക്കൗട്ട് ആയതുകൊണ്ട് ഇത് കണ്ടിട്ട് ഒരാൾ നെഗറ്റീവ് പറയാൻ പാടില്ല, പറ്റില്ല. ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. അതേപോലെ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഗ്ലാഡ് ഐ കുഡ് അറ്റൻഡ് ഫോർ ഷുവർ. ലാലേട്ടൻ്റെ പീക്ക് ഫാൻ ബോയ് മൊമെന്റ് ആണ് എങ്കിലും ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല. ഇറ്റ് ഈസ് റിയലി അമേസിംഗ്. എല്ലാവരും പോയി കാണണം. ബിജെപി നമ്മുടെ പടത്തിൽ ഇന്നലെ ഇവര് പ്രശ്നങ്ങളെ പറയുന്നത് കേട്ടു. ഒരു ബാഹുബലി അല്ല ഒരു KGF എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു എമ്പുരാനുണ്ട്, ഒരു ലൂസിഫറുണ്ട്, പീക്കായിട്ടുണ്ട്. സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ജനസാഗരത്തിനൊപ്പം പടം കാണാൻ പോവുകയാണ്. 9:50 ഷോ എന്തായാലും പ്രതീക്ഷയുണ്ട്. 6 മണി ഷോ എന്തായാലും ഹൗസ്ഫുള്ളാണ്. എന്തായാലും രണ്ടൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ നല്ല രീതിയിൽ വരും പടം. എന്തായാലും തിയേറ്ററിൽ കാണുക. ഡയറക്ടറിൻ്റെ ഒരു കമ്പാക്ക് ആയിരിക്കും. കാരണം ലൂസിഫർ 4K കണ്ടിരുന്നു. ഇപ്പോൾ എമ്പുരാൻ്റെ കണ്ടിട്ട് അഭിപ്രായം പറയാം. കാരണം സ്റ്റീഫൻ്റെ ഒരു പേരിട്ട കഥാപാത്രമായിരിക്കുമല്ലോ. അതിൽ നല്ലൊരു എക്സ്പിറേഷൻ ഉണ്ട്, എന്തായാലും പ്രതീക്ഷയുണ്ട് കാണാൻ. ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറാമാനിലേക്ക് കണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമ കഴിഞ്ഞ വലിയ റെസ്പോൺസാണ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം മലയാള സിനിമ ഇത്രമാത്രം